അമേരിക്കയുടെ വിഷ് ലിസ്റ്റിൽ ഗാർഗ് ദ്വീപ് ഒന്നാം സ്ഥാനത്ത് ഇടം പിടിക്കാനുണ്ടായ കാരണം എന്താണ്? ഇറാന്റെ ജീവനാഡിയായിട്ടാണ് ഗാർഗ് ദ്വീപ് അറിയപ്പെടുന്നത്. അതിൽ കണ്ണും വെച്ചാണ് ട്രംപ് ഓരോ കരുക്കളും നീക്കുന്നതും. ആയതിനാൽ തന്നെ ട്രംപിന്റെ സമീപകാല പ്രസ്താവനകൾ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നു. ഇത് പിടിച്ചെടുക്കുന്നതോടുകൂടി തന്നെ ഇറാനെ സാമ്പത്തികമായി കൂടുതൽ ദുർബലപ്പെടുത്താനാണ് ഇവിടെ ട്രംപ് കൂടുതലായി ശ്രമങ്ങൾ നടത്തുന്നത്. അതിന്റെ ആദ്യ പടി എന്നതിനാൽ തന്നെ ഇപ്പോൾ ട്രംപ് ആകട്ടെ കണ്ണുവെക്കുന്നത് ഗാർഗ് ദ്വീപിനെയാണ്. ആഗോള രാഷ്ട്രീയത്തിന്റെ ചാണക്യ തന്ത്രം എപ്പോഴും കറങ്ങിക്കൊണ്ട് വലിയൊരു സൂത്രധാരനായി തന്നെ ഇപ്പോൾ ട്രംപ് ഇതിൽ ഇടം പിടിക്കാൻ ഒരുങ്ങുകയാണ്. കാരണം അത് മാത്രമല്ല, ഇറാന്റെ സ്വർണമായ എണ്ണ, അതിന് ചുറ്റുമാണ് ട്രംപിന്റെ കണ്ണുകൾ ഓടുന്നതും. ഇറാനിലെ എണ്ണ കൈക്കലാക്കുക എന്നതാണ് തന്റെ പ്രിയപ്പെട്ട കാര്യം എന്നതായിരുന്നു ട്രംപ് ഒരിക്കൽ വെളിപ്പെടുത്തിയത്. അദ്ദേഹം വെറും ഒരു വാക്ക് മാത്രമല്ല പറഞ്ഞത്, മറിച്ച് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റാൻ പോകുന്ന ഒരു തന്ത്രപ്രധാനമായ നീക്കമായി തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത്. വെനസ്വേലയ്ക്കും ക്യൂബയ്ക്കും പിന്നാലെ തന്നെ ഇപ്പോൾ അമേരിക്കയും ഇറാന്റെ എണ്ണ ശേഖരങ്ങൾക്ക് നേരെ, ഗാർഗ് ദ്വീപിനെ കണ്ണും നട്ട് അല്ലെങ്കിൽ അതിൽ കണ്ണും വെച്ചാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇറാൻ വെറും ഒരു എണ്ണ ഉൽപാദക രാജ്യം മാത്രമല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ കാർബൺ ശേഖരമുള്ള രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ്. ഏകദേശം 208.6 ബില്യൺ ബാരൽ എണ്ണയുടെ കരുതൽ ശേഖരം ഇപ്പോൾ തന്നെ ഇറാനിലുണ്ട്. ഇത് ലോകത്തിന്റെ ആകെ ശേഖരത്തിന്റെ 12% മാത്രമാണ്. ഈ കണക്ക് വെച്ച് നോക്കിയാൽ മറ്റൊരു രാജ്യത്തേക്കും കയറ്റുമതി ചെയ്തില്ല എങ്കിൽ പോലും അടുത്ത 290 വർഷത്തേക്ക് ഇറാന്റെ ആഭ്യന്തര ആവശ്യങ്ങൾക്കുള്ള എണ്ണ അവിടെ തന്നെ അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, എന്തുകൊണ്ടാണ് ഗാർഗ് ദ്വീപ് ഇത്രയധികം ചർച്ചാ വിഷയമായി തന്നെ, അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. ഇതിൽ ഉത്തരം വളരെ ലളിതമായി തന്നെ പറയാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. ഇറാന്റെ മൊത്തം എണ്ണ കയറ്റുമതിയുടെ ഏകദേശം 90 മുതൽ 94% വരെ നടക്കുന്നത് ഈ കൊച്ചു ദ്വീപ് വഴിയാണ്. പേർഷ്യൻ ഗൾഫിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ല് കൂടിയാണ്. ദിവസേന 1.3 മില്യൺ മുതൽ 1.3 മുതൽ 1.6 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഗാർഗ് വഴി ഇപ്പോൾ ലോക വിപണിയിലേക്ക് എത്തുന്നത്. ഈ കേന്ദ്രം തടസ്സപ്പെട്ടാൽ ഇറാന്റെ സാമ്പത്തിക അടിത്തറ തന്നെ തകരുമെന്നതിലും യാതൊരുവിധ സംശയവുമില്ല. ഇത് അറിയാവുന്ന അമേരിക്ക ആകട്ടെ ഗാർഗ് ദ്വീപിനെ കണ്ണുവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കരുക്കൾ നീക്കുകയാണ്. മാത്രമല്ല, അതുകൊണ്ട് തന്നെയാണ് ട്രംപ് തന്റെ വിഷ് ലിസ്റ്റിൽ ഇത്തരത്തിൽ ഗാർഗ് ദ്വീപ് അവിടെ ഒന്നാം സ്ഥാനത്ത് തന്നെ നൽകിയിരിക്കുന്നത്. പ്രതിദിനം 3 മുതൽ 4.5 മില്യൺ ബാരൽ എണ്ണ ഇറാൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ലോകത്തിലെ മൊത്തം എണ്ണ വിതരണത്തിന്റെ 5% വരുമിത് എന്നതാണ് മറ്റൊരു വസ്തുത. അമേരിക്കൻ ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും വിവിധ മാർഗങ്ങളിലൂടെ തന്നെ പ്രതിദിനം 1.5 മില്യൺ ബാരലധികം എണ്ണ ഇറാൻ വിദേശ വിപണിയിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇതിൽ സിംഹഭാവവും തന്നെ 80 മുതൽ 90% വരെ വാങ്ങുന്നത് ചൈനയാണ് എന്നതാണ് മറ്റൊരു നഗ്നമായ സത്യം. ട്രംപിന്റെ ലക്ഷ്യവും ആഗോള പ്രത്യാഘാതങ്ങളും വെനസ്വേലയിലെ എണ്ണ ശേഖരത്തിന്മേൽ അമേരിക്ക മുൻപ് നടത്തിയ അവകാശവാദങ്ങൾക്ക് സമാനമാണ് ഇപ്പോൾ ഇറാനിലെ നീക്കങ്ങളും. അതേപോലെ തന്നെ ഗാർഗ് ദ്വീപിന്റെ ആ ഒരു നിയന്ത്രണം ഏറ്റെടുക്കുന്നതിലൂടെ തന്നെ ഇറാനെ പൂർണ്ണമായും അവിടെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തും എന്ന ഒരു കണക്കുകൂട്ടലിലാണ് അമേരിക്ക. ഇതിനായി തന്നെ പെന്റഗൺ പ്രത്യേക സൈനിക പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ നീക്കം അത്ര കണ്ട് എളുപ്പമാകില്ല എന്നതും മറ്റൊരു വസ്തുതയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലപാതയായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഭാഗികമായി തന്നെ ഇറാന്റെ കൈവശം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. യുദ്ധം മുറുകിയാൽ ഈ ഒരു പാത അടയ്ക്കപ്പെടുമെന്ന ഭീതി ആഗോളതലത്തിൽ ഇന്ധനക്ഷാമത്തിനും വിലക്കയറ്റത്തിനും വലിയ രീതിയിൽ കാരണമാക്കും. നിലവിൽ വിപണിയിലെ ആ ഒരു സമ്മർദ്ദം കുറയ്ക്കാൻ 140 ബില്യൺ ബാരൽ ഇറാനിയൻ എണ്ണ വിൽക്കാൻ അമേരിക്ക താൽക്കാലികമായി തന്നെ അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഇതൊരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. ഹോർമുസ് അടയ്ക്കപ്പെട്ടാൽ ഇതിന്റെ അനന്തരഫലം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യ തന്നെ ആയിരിക്കുമെന്ന ഒരു രീതിയിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഇറാന്റെ എണ്ണ കേവലം ഒരു പ്രകൃതി വിഭവം മാത്രമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു വലിയ ആയുധമായി തന്നെ മാറുകയാണ് എന്ന വിലയിരുത്തൽ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.